സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന് പാടിക്കൊണ്ട് ഈ ആരാധന നമ്മുടെ സ്വന്തമായി നമുക്ക് മാറ്റാം. നമുക്ക് ചേർന്ന് പാടിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധന സ്തുതിപ്പുകൾ, ആദിയും അന്തവുമായവൻ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. നീ ദൈവമാകുന്നു, നീ കർത്താവാകുന്നു. സ്തുതികൾക്കും വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കാം. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ നീ മാത്രമാണ് നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കാം. ലോകത്തിൽ ആശ്രയം വെച്ചിട്ടുള്ള നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സിനെ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധന്മാരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, വിശ്വാസ സമൂഹത്തോട് ചേർന്ന്, സ്വർഗത്തോടും ഭൂമിയോടും ചേർന്ന് നിന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. എൻ്റെ ഏക ദൈവം, എൻ്റെ ഏക കർത്താവ്, എൻ്റെ എല്ലാ ആശ്രയം അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും, എൻ്റെ എല്ലാ നിയോഗങ്ങളും, എൻ്റെ എല്ലാ കർമ്മങ്ങളും അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ പദ്ധതികളും അവിടുത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ഹൃദയവും നമ്മുടെ ആന്തരികമായ ഇന്ദ്രിയങ്ങളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. സ്വർഗം ഏറ്റെടുക്കട്ടെ. പരിശുദ്ധ പരമ ത്രിത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള യാത്രയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ആയിരിക്കുന്നത്. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്നുള്ള കൽപ്പന ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കാളികളാകാനുള്ള നിയോഗം, ഇത് സാധ്യമാണ് എന്ന പ്രത്യാശ നൽകിക്കൊണ്ട് മാതൃകയായി പരിശുദ്ധ അമ്മ നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മളോടൊപ്പമുണ്ട്. സ്വർഗത്തിൻ്റെ പരിശുദ്ധി ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മ സമാഗമ കൂടാരമായി ഈ ലോകത്തിൽ വസിച്ചു. ലോകത്തോട് സംവദിക്കാൻ, മനുഷ്യരോട് സംസാരിക്കാൻ സ്വർഗം ഇറങ്ങി വന്നത് സമാഗമ കൂടാരത്തിലാണ്. സ്വർഗത്തോടുള്ള ആ ഒരു വലിയ വിധേയത്വം നമുക്ക് ഓരോരുത്തർക്കും പ്രഖ്യാപിക്കാം. ഈ സ്വർഗത്തിന് ഭൂമിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശവും സമ്മാനവും യേശുക്രിസ്തുവാണ്. ഈ സന്ദേശം വെളിപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങി വന്നത്
ഈ സമാഗമ കൂടാരത്തിലാണ്. ഈ അമ്മയിലൂടെയാണ്, ഈ കാലഘട്ടത്തിലും അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലൂടെയാണ് സ്വർഗത്തിൻ്റെ നൊമ്പരങ്ങളും സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങളും ഈ ലോകത്തിൽ ഇന്ന് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആത്യന്തികമായി ആ സമർപ്പണം ദൈവസന്നിധിയിലാണ് എത്തുക, കർത്താവിൻ്റെ തിരുഹൃദയത്തിലാണ് എത്തുക. ഇസ്രായേൽക്കാർക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പായി നൽകപ്പെട്ട വാഗ്ദാന പേടകം മന്നായും കൽപ്പനകളുടെ പലകയും അഹരോന്റെ തളിർത്ത വടിയും ആ വാഗ്ദാന പേടകത്തിൽ അവർ വഹിച്ചു കൊണ്ടുപോയി എങ്കിൽ ഇന്ന് മന്നായായി അപ്പമായി മാറിയ കർത്താവ്, പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ നിത്യപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു, എല്ലാ നിയമങ്ങളുടെയും പൂർത്തീകരണമായ കർത്താവായ രക്ഷകനായ യേശുക്രിസ്തു ഈ അമ്മയിൽ അവതീർണനായി വാഗ്ദാന പേടകമായി മാറിയ പരിശുദ്ധ അമ്മ. ഈ അമ്മ, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്. സർവജനപദങ്ങളുടെയും അമ്മയാണ്. അമ്മയുടെ സ്നേഹം നമ്മുടെ അവകാശമാണ്. ഈ അമ്മയുടെ പരിശുദ്ധിയിലേക്ക് നടന്നു കയറാനുള്ള തീവ്രമായൊരു പരിശ്രമത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഭവനങ്ങളിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഈ തീവ്രമായ ആഗ്രഹം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. രക്ഷയുടെ മാർഗം പരിശുദ്ധ അമ്മയിലൂടെയാണ് തുറക്കപ്പെട്ടത്. സ്വർഗത്തിൻ്റെ പദ്ധതി നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണവും രക്ഷയുടെ അനുഭവവും പരിശുദ്ധ അമ്മയിലൂടെ നിറവേറ്റപ്പെടണം, പൂർത്തീകരിക്കപ്പെടണമെന്നുള്ള സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ യാത്രയുടെ തീർത്ഥാടനത്തിൻ്റെ, അമ്മയുടെ വിമല ഹൃദയത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയുടെ ഒരു ഘട്ടം നാം പൂർത്തിയാക്കുകയാണ്. ഇന്ന് 12ാമത്തെ ദിവസം. ഈ കഴിഞ്ഞ 11 ദിവസവും ലോകാരൂപിയെ ഉപേക്ഷിക്കുന്നതിനുള്ള നമ്മുടെ തീരുമാനത്തിലേക്ക് നാം കടന്നു വരികയായിരുന്നു. ലോകാരൂപി കടന്നു വരുന്ന വഴികൾ നാം കണ്ടെത്തുകയായിരുന്നു. ആ കെണികളിൽ നിന്ന് മോചനം നേടാൻ ആഴമായ അനുതാപത്തോടെ കർത്താവിൻ്റെ കരുണ നാം തേടുകയായിരുന്നു. ഈ പുണ്യദിനത്തിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതരാവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാപത്തെ വെറുത്തുപേക്ഷിക്കണം. ലോകാരൂപി വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ നമ്മെ പിടികൂടാൻ ശ്രമിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവമാണ്. ദൈവത്തിങ്കൽ എത്തുന്നത് വരെയും പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് സമാധാനമില്ല. ആ ലക്ഷ്യത്തെ
തെറ്റിക്കുന്നതിന് സാത്താൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മാർഗങ്ങളും കെണികളും അവയെ തിരിച്ചറിയണം. ഈ അന്വേഷണത്തിൽ നമുക്കറിയാം, നമ്മുടെ സ്വയമായ ശക്തി കൊണ്ട് സാധിക്കില്ല. തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കില്ല, ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല, ആഴമായ അനുതാപത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. കർത്താവിൻ്റെ ഇടപെടലാണ്, കർത്താവിൻ്റെ കരുണയാണ് നമുക്ക് ആവശ്യം. അതിന് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. വിശുദ്ധരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും ഈ യാത്രയിൽ പകുതി വഴി വെച്ച് നാം പിന്മാറുന്നത് ഇത് പുണ്യവാന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം സാധിക്കുന്നതാണ് എന്നുള്ള മൂഢമായ ചിന്തയാണ്, സാത്താൻ നൽകുന്ന ചിന്തയാണ്. എനിക്കും നിങ്ങൾക്കും സാധിക്കും. 30 വർഷം പാപത്തിൻ്റെ ചെളിക്കുണ്ടിലായിരുന്ന അഗസ്തീനോസ് മഹാവിശുദ്ധനായി തീർന്നു. 7 പിശാചുകളുടെ ബന്ധനത്തിലായിരുന്ന മഗ്ദലന യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷിയാകാൻ തക്കവണ്ണം വിശുദ്ധീകരിക്കപ്പെട്ടു. പുണ്യവാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരാരും വിശുദ്ധരായി പിറന്നവരല്ല. പാപത്തിൻ്റെ മേൽ, ലോകത്തിൻ്റെ അരൂപിയുടെ മേൽ വിജയം നേടിയവരാണ്. അതിനുള്ള മാർഗങ്ങൾ നാം തേടുക. സഭയോട് ചേർന്ന് നിന്ന് കൂദാശ സ്വീകരണങ്ങളിലൂടെ വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ തേടി പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ അഭയം പ്രാപിച്ച് ഈ വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒപ്പം നാം ഓർക്കണം, പാപിയുടെ അവസ്ഥ ദയനീയമാണ്. പാപത്തിൻ്റെ അവസ്ഥ ദയനീയമായ അവസ്ഥയാണ്. പിശാചിന്റെ കെണിയിൽപ്പെടുന്ന അവസ്ഥയാണ്. നമാകെ കളങ്കിതമാകുന്ന അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തെറ്റുന്ന അവസ്ഥയാണ്. മറ്റുള്ളവരിൽ നമ്മെ അകറ്റുന്ന അവസ്ഥയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ നാം മൂഢതയിലും അലസതയിലും മുഴുകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമായി പോകുന്ന അവസ്ഥയാണ്. ജഡത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഭൗതികതയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആസക്തികൾ മുഴുകിക്കഴിയുന്ന ദയനീയമായ അവസ്ഥയാണ്. യേശുക്രിസ്തുവിന്റെ രക്ഷണീയ കർമ്മങ്ങളെ നിരർത്ഥകമാക്കിക്കൊണ്ട് ബോധപൂർവ്വം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ദൈവനിന്ദയുടെ അവസ്ഥയാണ്. നമ്മെ തേടി വരുന്ന പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട് വിട്ടിറങ്ങി ഓടുന്ന അവസ്ഥയാണ്. യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭാ കൂട്ടായ്മയെ മുറിവേൽപ്പിക്കുന്ന അവസ്ഥയാണ്. മാമോദീസായിലെ വാഗ്ദാനങ്ങളെ ലംഘിച്ചുകൊണ്ട് വിരുദ്ധ സാക്ഷ്യം നൽകുന്നവരായി തീരുന്ന അവസ്ഥയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നുള്ള വചനത്തെ നിഷേധിച്ചുകൊണ്ട് സാത്താന്റെ ഭവനമായി മാറുന്ന, ഇരുട്ടിൻ്റെ ഭവനമായി മാറുന്ന, ശാപത്തിൻ്റെ ഭവനമായി മാറുന്ന ഒരവസ്ഥയാണ്. വഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. സ്നേഹമറിയ ശ്രുതിയിൽ നിന്നും പാട്ടുമൂളുന്നു. ഉയിരിനുള്ളിലൊരുണർവും തരണേ യേശുനാഥ. നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തോന്നണേ നാഥ.
പാപത്തിൻ്റെ വഴികളിൽ നിന്ന് രക്ഷകനിലേക്ക് തിരിച്ചു വരാനുള്ള തീവ്രമായ ഒരു ആഗ്രഹമുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന അതിനിടെ നമുക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കാം. ഉയിരിനുള്ളിലൊരു ഉണർവും തരണേ യേശുനാഥ, നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തോന്നണേ നാഥ. പാപ വഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. പാപവഴികളെ പാവവഴികളായി തിരിച്ചറിയാൻ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകണമേ, വെളിച്ചം നൽകണമേ. ഉയിരിനുള്ളിലൊരു ഉണർവും തരണേ യേശുനാഥ, നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തോന്നണേ നാഥ. ധൂർത്തപുത്രനുണ്ടായ വിവേകം, സുബോധം, ധൂർത്തപുത്രനിലുണ്ടായ സുബോധം പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ അവന് പ്രേരണയായി. ഉയിരിനുള്ളിലൊരു ഉണർവ് തരണേ യേശുനാഥ. പാപ സാഹചര്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് മ്ലേച്ഛതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നാം കിടക്കുന്ന പാപത്തിൻ്റെ ചെളിക്കുണ്ട് തിരിച്ചറിയാൻ നാം പരിശ്രമിക്കണം. നമ്മൾ വേരോടിയിട്ടുള്ള പാപത്തിൻ്റെ ആ വേരുകൾ, മൂലപാപം, പാപകരമായ ജീവിതത്തിലേക്ക് നിരന്തരം ആകർഷിച്ചു നിർത്തുന്ന, രക്ഷപ്പെടാൻ സാധിക്കാതെ വണ്ണം ഒരാവാസം പോലെ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന പാപത്തിൻ്റെ വേരുകളെ തകർക്കണം. അഹങ്കാരം, അസൂയ, ജഡീകാസക്തി, ദ്രവ്യാസക്തി, കോപം, ഭക്ഷണാസക്തി, അലസത, മടി, ഈ 7 മൂലപാപങ്ങൾ അഹങ്കാരിക്ക് കരുണ സ്വീകരിക്കാൻ അർഹതയില്ല. തന്നെ തന്നെ ദൈവമാക്കുന്നവനാണ് അഹങ്കാരി. എളിമയോടെ അവിടുത്തെ സന്നദ്ധിയിൽ നിൽക്കുന്നവരിലാണ് സ്വർഗം കൃപകൾ ഒഴുക്കുന്നതും അവരെ ദേവാലയം ആക്കി രൂപാന്തരപ്പെടുത്തുന്നതും. അനുസരണത്തിൻ്റെ കൃപ അഹങ്കാരത്തെ കീഴ്പ്പെടുത്തുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. മാലാഖമാർ പിശാചുക്കളായി തീർന്നത് അഹങ്കാരത്തിലൂടെയാണ്. എന്നിലെ പൈശാചികതയ്ക്ക് അടിസ്ഥാനം ഈ 1-ാമത്തെ കൽപ്പനയുടെ ലംഘനം തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്നുള്ള പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അമ്മയെ ഗുരുഭൂതയാക്കുക. ഈ മൂലപാപങ്ങളുടെ മേൽ വിജയം നേടാൻ നമുക്ക് സാധിക്കും. എളിമയെന്ന കൃപ അഭിഷേകമായി ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപി, നിന്റെ പ്രമാണങ്ങൾ ലംഘിച്ചവൻ.
നിന്റെ പാത വിട്ടോടി അകന്നവൻ ഞാൻ. ഓ എൻ്റെ ദൈവമേ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. സഹോദര സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അസൂയാലുവായി തീരുന്നത്. മറ്റുള്ളവരിലെ നന്മ കണ്ട് നൊമ്പരപ്പെട്ട് അകാരണമായി പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന പൈശാചികതയ്ക്ക് അടിസ്ഥാനം ഈ അസൂയയാണ്. പല വിമർശനങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കും അപവാദങ്ങൾക്കും അടിസ്ഥാനമായി നിൽക്കുന്നത്, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കൊലപാതകമാണ് എന്ന് ഓർമ്മിക്കണം. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ദ്രവ്യത്തോടുള്ള ആസക്തി, ദൈവത്തെക്കാൾ ഉപരിയായി ദ്രവ്യത്തെ പ്രതിഷ്ഠിക്കുക. ജഡത്തോടുള്ള ആസക്തി, ദൈവത്തിൻ്റെ ആലയമായി തീരേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ ആസക്തി കൊണ്ട് നിറച്ച് സാത്താൻ്റെ ഇരിപ്പിടമായി ആവാസകേന്ദ്രമാക്കി മാറ്റുന്നു. നമ്മളിൽ നിന്നും സ്നേഹവും കരുണയും പ്രവഹിക്കേണ്ടിടത്ത് നിന്ന് പൈശാചികത പ്രവഹിക്കാനിടയായിത്തീർന്നു. ജഡീകത എന്ന മാരകമായ പാപത്തിലൂടെ നിങ്ങൾ കോപിക്കാമെന്നാൽ പാവമാകരുത്. നിങ്ങളുടെ കോപം സൂര്യനസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. കോപം വെറുപ്പായി, വിദ്വേഷമായി, പൈശാചികതയായി മാറുന്നത് സ്നേഹത്തിൻ്റെ വെളിച്ചമണയുമ്പോഴാണ്. ദൈവസ്നേഹത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ വെളിച്ചമണയുമ്പോഴാണ്. ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ചലഞ്ചാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുക. കണക്കു പറഞ്ഞിരിക്കുകയല്ല, കുരിശിലെ കണ്ണുകൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, രക്ഷകനായ യേശുക്രിസ്തു ഈ തിരുവോസ്തിയിൽ നമ്മുടെ മധ്യേ സന്നിഹിതനാകാൻ അവിടുന്ന് എത്രമാത്രം സഹിച്ചു. കുരിശിലേറി, കുരിശിൽ നിന്ന് മുഴങ്ങിയ ആ സ്വരം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്നുള്ള ആ സ്വരത്തിൻ്റെ തുടർച്ചയാണ് ഓരോ അൾത്താരയിൽ നിന്നും മുഴങ്ങുന്നത്, ഈ സക്രാരിയിൽ നിന്ന് മുഴങ്ങുന്നത്, ഈ അർളിക്കയിൽ നിന്ന് മുഴങ്ങുന്നത്. സാത്താൻ അതിവേഗം കടന്നു വരുന്ന മാർഗമാണ് വിദ്വേഷവും വെറുപ്പും. ഭക്ഷണത്തോടുള്ള ആസക്തി, ഭോജനപ്രിയം, ഭക്ഷണത്തെ ആത്മീയ സന്തോഷത്തിനപ്പുറത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. അലസതയിലൂടെ സാത്താൻ്റെ പണിപ്പുരയായി നമ്മുടെ ജീവിതം മാറും. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ മൂലപാപങ്ങളും അതുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ദയനീയമായ അവസ്ഥകളും പരിശോധിക്കാം. അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ആ ഒരു വെളിച്ചം നമുക്ക് ലഭിച്ചാലേ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ അവസ്ഥകളെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഈ പാപാവസ്ഥയെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ഒരു നിമിഷം കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈരടി നമുക്ക് കരുണ തോന്നണേ എന്നിൽ,
അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വിശ്വാസത്തോടെ, എളിമയോടെ, ആഴമായ അനുതാപത്തോടെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാം. കരുണ തോന്നണേ. പാപത്തിന്റെ മൂലകാരണമായി നിലനിൽക്കുന്ന സാത്താന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി തീരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. രക്ഷകനായ ഈശോയെ, കർത്താവായ ദൈവമേ, അവിടുത്തെ പീഡാനുഭവത്തിന്റെയും രക്ഷണീയ കർമ്മങ്ങളുടെയും യോഗ്യതയാൽ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങ് പുറപ്പെടുന്ന ദിവ്യമായ ശക്തിയാൽ ഇന്നർപ്പിക്കപ്പെട്ട എല്ലാ കുർബാനകളുടെയും യോഗ്യതയാൽ സഭാ സമൂഹത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും വിശ്വാസത്തിന്റെ പിൻബലത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ ആബേൽ മുതലുള്ള എല്ലാ രക്തസാക്ഷികളുടെയും രക്തസാക്ഷിത്വത്തിന്റെ യോഗ്യതയാൽ മഹാപരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ബലഹീനനായി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠാചാര്യത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് വന്നുകൊണ്ട് മൂലപാപങ്ങളിലേക്കും പാപത്തിന്റെ ബന്ധനങ്ങളിലേക്കും ബന്ധിച്ചിടുന്ന തിന്മയുടെ എല്ലാ ശക്തികളെയും ഞാൻ ഛിന്ന ഭിന്നമാക്കുന്നു. ഓരോരുത്തരുടെയും ദോഷം ആഗ്രഹിച്ചുകൊണ്ട് സാത്താൻ കെട്ടി ഉയർത്തിയിരിക്കുന്ന കോട്ടകളെ ഛിന്ന ഭിന്നമാക്കുന്നു. അവൻ ഒരുക്കുന്ന എല്ലാ കെണികളിലേക്കും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ ഒരു പ്രവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ ബന്ധിച്ചിടുന്ന തിന്മയുടെ എല്ലാ ശക്തികളെയും ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ കുരിശൻ ചുവട്ടിൽ ബന്ധിച്ചിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നേരിയ പാപം പോലും ലഘുപാപം പോലും ഞങ്ങൾ കടന്നു വരാതിരിക്കാൻ, ഞങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ, ഈ ലഘുപാപങ്ങൾ കെണിയായി മാറി മാരകമായ പാപത്തിൽ അകപ്പെടാതിരിക്കാൻ നേരിയ പാപങ്ങളുടെ അച്ചായ്വ് പോലും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനാവശ്യമുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് തിന്മയുടെ എല്ലാ കോട്ടകളെയും തകർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ പ്രവാഹം ഉണ്ടാകും. ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ ശക്തിയാൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് സ്വർഗത്തിന്റെ കരുണയൊഴുകട്ടെ. മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ സംരക്ഷണമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പാപങ്ങളിൽ നിന്ന് മോചനം നേടി പുണ്യം കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മ ലഭിച്ച കീർത്തനം, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കീർത്തനമായി മാറണം. അത് മനപ്പാടം നാം ഉരുവിടണം. ഓരോ ശ്വാസത്തിലും ആവർത്തിക്കേണ്ട ഒരു കീർത്തനമായി മാറാം. അതിലൂടെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസവും വിശുദ്ധിയും നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കും. അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ എന്നുള്ള പ്രഖ്യാപനമായി അത് മാറും. നമുക്ക് വിശ്വാസത്തോടെ അമ്മയോട് ചേർന്ന് ആ കീർത്തനം നമുക്ക് ഏറ്റുചൊല്ലാം. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു.
ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ആംസ്റ്റർഡാമിൽ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഒരു സംരക്ഷണമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും ഈ ലോകത്തിൽ നിറയട്ടെ. ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരിൽ, കുടുംബാംഗങ്ങളിൽ, ഈ മണ്ണിൽ നാനാജാതി മതസ്ഥരിൽ പരിശുദ്ധാത്മാവ്, രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനാമീശുനാഥ, അയക്കൂ നിൻ ആത്മാവിനെ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. ഈ ആത്മാവിൻ ശക്തിയാൽ യുദ്ധം ധാർമ്മികതകർച്ച ദുരന്തങ്ങൾ ഇവകളിൽ നിന്നും മാനവരെ സംരക്ഷിക്കൂ. പരിശുദ്ധ മറിയമായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തൻ അഭിഭാഷകയായി പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ മുതൽ ഉള്ള 7 ദിവസങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ഈ ലോകാരൂപിയിൽ നിന്ന് മോചിതരായി നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. ഇന്ന് ഈ ആരാധന പൂർത്തിയാക്കുമ്പോൾ പാപത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു പോകാനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ എല്ലാ കാരണങ്ങൾ തകർക്കാനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന, ഈ ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തികളായി, കുടുംബമായി ഏറ്റുവാങ്ങുകയും ചെയ്യാം. ആരാധന 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 ആരാധന.
പരിശുദ്ധം പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധം പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധം പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ